വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നാട്ടിലെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് സുഖിയൻ ഉണ്ടാക്കാം. സാധാരണ സുഖിയൻ എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിൽ സുഖിയൻ എണ്ണയിൽ വറുത്തും ആവിയിൽ വേവിച്ചും എടുക്കുന്നുണ്ട്. അപ്പൊ അതുണ്ടാക്കുന്ന വീഡിയോ കാണാം. സുഖിയനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ചെറുപയർ, ശർക്കര, തേങ്ങ ചിരകിയത്, ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത്, ഉപ്പ്, വെള്ളം. സുഖിയൻ വറുത്തെടുക്കാനുള്ള മാവ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മൈദ, അരിപ്പൊടി, ഉപ്പ്, വെള്ളം, മഞ്ഞൾപ്പൊടി. സുഖിയൻ ആവിയിൽ വേവിച്ചെടുക്കാനുള്ള മാവ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മൈദ, ഉപ്പ്, വെള്ളം, എണ്ണ. ആദ്യം നമുക്ക് 1 കപ്പ് കഴുകിയെടുത്ത ചെറുപയർ 2 കപ്പ് വെള്ളവും ഒഴിച്ച് 2 നുള്ളു ഉപ്പും ഇട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. എൻ്റെ ഈ കുക്കറിൽ ചെറുപയർ വേവാൻ ഏകദേശം 6 വിസിൽ അടിക്കേണ്ടി വരും. പല കുക്കറിൻ്റെയും കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. 3 വിസിൽ കഴിയുമ്പോൾ എടുത്തു നോക്കി വെന്തിട്ടില്ലെങ്കിൽ മാത്രം 1-2 വിസിലും കൂടി അടുപ്പിച്ചാൽ മതി. ദേ കുക്കറിൻ്റെ 6ാമത്തെ വിസിലും അടിച്ചു കഴിഞ്ഞു. ഇതിനെ അടുപ്പത്തുനിന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയി. ഇത് കണ്ടോ, ചെറുപയർ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലധികം വെള്ളവുമില്ല. ഇതിനെ നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് 350 ഗ്രാം ശർക്കര 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ശർക്കര ഇപ്പോൾ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിനി അടുപ്പത്തുനിന്ന് മാറ്റി അരിച്ചു വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ ഇടാം. ഇനി ഇതിലേക്ക് 100 ഗ്രാം തേങ്ങ ചിരകിയതിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര 1 കപ്പ് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി 3/4 കപ്പ് ഉരുക്കിയ ശർക്കരയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായി വരട്ടിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം വഴണ്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.25 ടീസ്പൂൺ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിനെ അടുപ്പത്തുനിന്ന് മാറ്റി ആറാൻ വെക്കാം. ഇപ്പോൾ സുഖിയന്റെ മിക്സ്ചർ നന്നായി തണുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. സുഖിയൻ വറുത്തെടുക്കാനാണേലും സ്റ്റീം ചെയ്യാനാണേലും ഫില്ലിംഗ് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കണം. ഇനി നമുക്ക് സുഖിയൻ വറുത്തെടുക്കാനുള്ള മാവുണ്ടാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 3/4 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 2 നുള്ളു ഉപ്പും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഏകദേശം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സുഖിയനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഒരുപാട് തിക്കുമല്ല, ഒരുപാടങ്ങ് വെള്ളം പോലെയല്ല, ഏകദേശം ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് സുഖിയൻ വറുത്തെടുക്കാം. അതിനായി ഒരു പാനിൽ എണ്ണ നന്നായി ചൂടാവുമ്പോൾ ഇതുപോലെ നമ്മൾ ഉരുട്ടി വെച്ച ഫില്ലിംഗ് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഫില്ലിംഗ് പുറത്ത് കാണാതെ മാവ് നന്നായി കോട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ ആയിരിക്കണം ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇതിടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണേ. സുഖിയൻ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരി മാറ്റാം. കണ്ടോ, അരിപ്പൊടി ഇട്ടതുകൊണ്ട് ഇത് നല്ല ക്രഞ്ചിയാണ്. ഒരുപാട് എണ്ണയും കുടിച്ചിട്ടില്ല.
ഇനി നമുക്ക് സുഖിയൻ സ്റ്റീം ചെയ്യാനുള്ള മാവ് ഉണ്ടാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചത് നന്നായി കുഴച്ചെടുക്കാം. ഞാൻ ഏകദേശം 1/2 കപ്പിലും കുറവ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഏകദേശം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കുഴച്ച് മാറ്റിവെക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഈ മാവ് ഒന്നുകൂടി നന്നായി കുഴച്ച് ഇതുപോലെ ചെറിയ ഉരുളയാക്കി എടുക്കാം. ഇനി ഇതുപോലെ ഒരു ഉരുളയെടുത്ത് പൊടിയിൽ മുക്കി പൂരി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഇനി ഇതിന്റെ നടുക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ഫില്ലിംഗ് വെച്ച് സൈഡ്സ് എല്ലാം ഇതുപോലെ ഒരുമിച്ച് കൊണ്ടുവന്ന് എക്സ്ട്രാ വരുന്ന മാവ് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയും കൂടെ പരത്തി ഉരുട്ടിയെടുക്കാം. സ്റ്റീം ചെയ്യാനുള്ള സുഖിയൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പൊടിയിട്ടിരിക്കുന്നത്. ഇതിനി ആവിയിൽ വേവിച്ചെടുക്കാൻ നമുക്ക് സ്റ്റീമർ റെഡിയാക്കാം. അതിനായി അടികട്ടിയുള്ള പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു ഹോട്ട് പോട്ട് സ്റ്റാൻഡ് വെച്ച് അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം. ഇതൊരു ബേക്കിംഗ് ട്രേയിൽ എണ്ണ തേച്ച് ഞാൻ ഈ സുഖിയൻ വെച്ചതാണ്. ഇനി ഇത് സ്റ്റീമറിൽ വെച്ച് അടച്ച് വേവിക്കാം. നമ്മുടെ സ്റ്റീം ചെയ്ത സുഖിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് വേവാൻ ഏകദേശം 20 മിനിറ്റ് ആണ് എടുത്തത്. ഇതിനെ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ 2 തരം സുഖിയനും സെർവ് ചെയ്യാം. ഈ സുഖിയന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.